നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഇവർക്കും സ്വാഗതം. കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ പ്രവാസികൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചുവെന്ന വാർത്തകൾക്ക് പിന്നാലെ സംസ്ഥാന ബജറ്റ് പ്രവാസികളെ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ്. വിദേശത്തുള്ള പ്രവാസി മലയാളികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രവാസി ക്ഷേമനിധിക്ക് ബജറ്റിൽ 90 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രവാസി ക്ഷേമത്തിനായി ആകെ ചിലവഴിച്ചത് 68 കോടി രൂപയാണെന്ന് ധനമന്ത്രി തോമസ് ഐസക് ചൂണ്ടിക്കാട്ടിയിരുന്നു. പിണറായി സർക്കാർ ഇതുവരെ മാത്രം 152 കോടി രൂപ പ്രവാസികൾക്കായി ചിലവഴിച്ചതായും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഏറെ നിർണായക നീക്കമെന്നത് 24 മണിക്കൂർ ഹെൽപ്പ് ലൈനും ബോധവൽക്കരണത്തിന് പ്രവാസി ലീഗൽ എയ്ഡ് സെല്ലിനും വേണ്ടി 3 കോടി അനുവദിച്ചു കഴിഞ്ഞു. പ്രവാസി സംഘടനകൾക്ക് ധനസഹായം നൽകാൻ 2 കോടി നൽകി. നാട്ടിലേക്ക് തിരിച്ചുവരുന്ന പ്രവാസികൾക്കായി സ്വാഗതം പദ്ധതി നടപ്പിലാക്കും. ലോക കേരള സഭയ്ക്കും ലോക സാംസ്കാരിക മേളയ്ക്കും കൂടി 12 കോടി. പ്രവാസി ചിട്ടിയും പ്രവാസി ഡിവിഡൻഡും 2020-2021 വർഷത്തിൽ പ്രവർത്തന പദത്തിലെത്തും. പ്രവാസി ഡിവിഡൻഡ് പദ്ധതിയിൽ പ്രവാസി നിക്ഷേപത്തിന് 10% പ്രതിമാസ ഡിവിഡൻഡ് സർക്കാർ സബ്സിഡിയോടെ ഉറപ്പാക്കുന്നതായിരിക്കും. പ്രവാസികൾക്ക് ഇൻഷുറൻസിന്റെയും പെൻഷന്റെയും ആനുകൂല്യങ്ങൾ ഉറപ്പാക്കും. കേരളത്തിലെ ചാരിറ്റികൾക്ക് പ്രോത്സാഹന തുക പ്രവാസി സംഘടനകൾക്ക് അനുവദിക്കും. 60 വയസ്സിന് മേലെ പ്രായമുള്ള അംഗങ്ങൾക്ക് പെൻഷൻ, രോഗമോ അപകടമോ മൂലം സ്ഥിരമായ ആവശ്യതയുണ്ടായാൽ ആവശ്യത പെൻഷൻ, രോഗബാധിതരായ അംഗങ്ങളുടെ ചികിത്സയ്ക്കായി ധനസഹായം, വിവാഹ ധനസഹായം, പഠന സഹായം തുടങ്ങിയ നിരവധി പദ്ധതികളാണ് പ്രവാസി ക്ഷേമനിധിയിലൂടെ നടപ്പിലാക്കുന്നത്. പ്രവാസി ചിട്ടി ഇതര സംസ്ഥാനങ്ങളിലെ മലയാളികൾക്ക് കൂടി വ്യാപിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര ബജറ്റിൽ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരുന്നത്. പ്രവാസി ഇന്ത്യക്കാർ അവർ താമസിക്കുന്ന രാജ്യത്തിന് നികുതി നൽകുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ വരുമാന നികുതി നൽകേണ്ടി വരുമെന്നായിരുന്നു പ്രഖ്യാപനം പറഞ്ഞിരുന്നത്. വ്യക്തിയെ പ്രവാസി അതായത് NRI ആയി കണക്കാക്കണമെങ്കിൽ വർഷത്തിൽ 240 ദിവസം ദേശത്ത് താമസിച്ചിരിക്കണം. അതായത് പ്രവാസികൾക്ക് ഇന്ത്യയിൽ താമസിക്കാവുന്ന പരമാവധി കാലയളവ് വർഷത്തിൽ 182 ദിവസം എന്നത് 120 ദിവസമായി കുറച്ചു. ഇതിലേറെ തങ്ങിയാൽ NRI പദവി നഷ്ടപ്പെടുമെന്നും കേന്ദ്ര ബജറ്റ് വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.